നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. उधर से आप लोग को रास्ता उधर ऊपर जाना है भाई. ऊपर है? हाँ, चल के. हाँ, बस नहीं जाएगा उधर. हाँ शिवा. हाँ, शिव मंदिर पे बस नहीं जाएगा. उधर रास्ता वो अंडर कंस्ट्रक्शन है. हाँ, तो आपको जैसे झाड़ो हाँ चल कर जाना है. നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ശിവ കേവ് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നുണ്ട്. ഒരു വലിയൊരു ഹിൽ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. കപ്പാസിറ്റി ഫുള്ള് കാണാൻ കൈസ്. അപ്പം നമ്മളിത് ഇവിടെ വന്ന് ഇറങ്ങി ഇനി എന്താ കാണാൻ പോകുന്നുണ്ട്? ആ മേളിൽ കാണുന്നുണ്ടോ? അതിന് മുകളിലൊരു ശിവൻ്റെ ഇതുണ്ടോ? അങ്ങോട്ടൊക്കെ നമ്മൾ പോകാൻ പോകുന്നത്. എത്ര മിനിറ്റ് കിतना टाइम? 40 मैक्सिमम 50 मिनट. इंडिया से नीचे से आ रहा है. मतलब 9000 किलोमीटर. इधर आते वहाँ नहीं जाएगा तो क्या होगा? 50 मैक्सिमम 50 मिनट. അപ്പോൾ നമുക്ക് നേരെ പൈസ. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ കാണുന്നത് ആ മേളിൽ കാണുന്ന ആ ശിവൻ്റെ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഇവിടുന്ന് ഒരു ദീർഘയാത്രയാണ്. ഒരു വലിയൊരു മല കയറാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഒറ്റ ചാട്ടത്തിൽ കയറിക്കും വണ്ടി. ഇപ്പം നമ്മൾ ആ ശിവൻ്റെ സ്റ്റാച്യൂവിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തൊട്ട് ആരംഭിച്ചിരിക്കുന്നു. നമ്മളവിടുന്ന് കയറി വരുമ്പോൾ ഒരു ഫസ്റ്റ് ലാൻഡിങ് പോയിന്റ് വന്നു. ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് കയറിയപ്പോൾ തന്നെ കുറച്ച് മണ്ണാങ്കട്ട എല്ലാം പോയി. ഇത് താഴെ കേട്ടോ ഫുള്ള് നേപ്പാൾ ഫുള്ള് നമുക്ക് കാണാം. അങ്ങനെ നേപ്പാൾ സിറ്റി നമുക്ക് ഫുള്ള് കാണാൻ പറ്റുകയാണ്. എയർപോർട്ട് കാണാം. ഇപ്പുറത്ത് ലേക്കും ഇപ്പുറത്ത് നേപ്പാൾ സിറ്റി ഫുള്ളുണ്ട് കണ്ടോ. എയർപോർട്ട് ദൂണ്ടാക്കാം അങ്ങാണെന്നാണ് എയർപോർട്ട് ഫുള്ളാണ്. നമ്മൾ താഴെ നിന്നാണ് ഈ കയറി വന്നത്. നമുക്കിപ്പോൾ തിരിച്ച് വീണ്ടും തന്നാലോ? ബാക്കാം. അതേസമയം നമ്മളെ യാത്ര നമ്മൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വൻ ട്രക്കിങ്ങാണ് ഞാൻ എൻ്റെ വീട് നടത്തുന്നത്. കണ്ടോ ആ ടോപ്പിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേപ്പാളിൽ വന്നിട്ട് ഫസ്റ്റ് ട്രക്കിങ്ങാണ് നേപ്പാളിലെ. എങ്ങോട്ട് എക്സ്പീരിയൻസ് ബേബി? ഓക്കെ, അപ്പോൾ നമുക്കിനി മേളിൽ ചെന്ന് കാണാം. നടന്ന് ഞങ്ങൾ ഒരു 200 മീറ്ററായി കാണാം. ഇവിടുന്ന് നേപ്പാൾ ഫുള്ള് കാണാം കേട്ടോ. ടോപ്പിയോ പൊളിയാ. മൊബൈലിൽ കാണുന്നില്ല, അതിനേക്കാളും അടിപൊളിയാ. വാ ജൽദി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം 400 മീറ്റർ അടുപ്പിച്ചെത്തിയിരിക്കുകയാണ്. അവരിതാ കയറി വന്നിരിക്കുന്നു. നമുക്കിനി കയറി ചെല്ലാനുള്ളത് ആ മേളിൽ കാണുന്ന അങ്ങോട്ട് നമുക്ക് പോകാൻ.
നേരത്തെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാ നമുക്ക് എലഫണ്ടിലോട്ട് പോവാം. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. സത്ത് പോയി. നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആ ശിവന്റെ സ്റ്റാച്യു. ധാരാളം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബലൂൺ സവാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം കേട്ടോ. മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുണ്ടെങ്കിൽ നല്ല വിസിബിളായിട്ട് കാണുന്നു. ആ ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ ചുറ്റും ഇതേപോലുള്ള ശിവലിംഗങ്ങൾ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട് ഉണ്ടോ. ഈ താഴത്തെ ലെയർ മാത്രമല്ല മുകളിലത്തെ ലെയറിന് വെച്ചിട്ടുണ്ട്. I'm a fool for your love.